ഹായ്, ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല മഴയാണ്. പാലക്കാട് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇത്ര നേരം വരെ നിന്നിട്ടില്ല. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര മഴയാണ്. ഇപ്പം വൈകുന്നേരം നമുക്ക് മഴയൊക്കെ അല്ലേ, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിക്ക് ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കറി നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കറിക്ക് വേണ്ടത് ഇതിപ്പോൾ ഒരു ഏകദേശം 1/4 കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അതായത് ഒരു 4 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങാണ്. പിന്നെ 2 സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു അരമുറി തക്കാളി, അരമുറി വലിയ തക്കാളി ആയിരുന്നു. അപ്പോൾ ഒരു അരമുറി, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു അരമുറി നാളികേരം ചിരവി അതിൻ്റെ പാലെടുത്തതാണ്, നാളികേര പാലാണത്. പിന്നെ ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ ഉപ്പുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് ഇത് ഏകദേശം ഇങ്ങനെ നമ്മൾ മല്ലിപ്പൊടി അരമസാല ഒക്കെ ഇടുമ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, വെളുത്തുള്ളിയൊക്കെ ഇടുന്ന കാരണം കൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് കുക്കറിൽ വെക്കുന്നത് സിമ്പിളാണ്, പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടായി. നാളികേരപ്പാൽ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. കുക്കർ വെച്ചു, നേരത്തെ വെള്ളം ഒന്ന് വറ്റട്ടെ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ 2 സവാള, സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമുക്ക് ആദ്യം വേണമെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ, അത് ആദ്യം ഇട്ട് കൊടുക്കാം. അത് ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ എപ്പോഴും ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ്. ഒന്നില്ലെങ്കിൽ പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചതച്ച് വെക്കാം. ഇത് 2 ചെയ്താലും കുഴപ്പമില്ല. ഞാൻ അതിന് ശേഷം ഇത് ഇടാറുള്ളത്. പിന്നെ ഈ ഉള്ളി നന്നായിട്ട് നമുക്ക് നല്ല ചുവന്ന കളറാവണം, അതുവരെ നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ 2 ചെറിയ പച്ചമുളക്, അത് അതിൽ പറയാൻ മറന്നു, ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ആ 2 പച്ചമുളകും കൂടി അതിലേക്ക് ഇടുക. പച്ചമുളകിൻ്റെ ആ പച്ചമണമൊക്കെ പോകുമ്പോൾ ഇതിലിട്ട് വഴറ്റുമ്പോൾ ഒരു മണം വരും. ഞാൻ കുറച്ചും കൂടി നേരത്തെ ഇതിലിട്ട് വഴറ്റും, പക്ഷെ നമ്മൾ ആദ്യം ഇട്ടില്ലല്ലോ, അതുകൊണ്ട് ശരി ഒന്ന് വഴറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം പോകണം, അത്രയും വേണം. അപ്പോൾ ഏകദേശം ഉള്ളി നന്നായി വഴറ്റി വന്നു. ഒരു 5 മിനിറ്റ് സമയം, ഉള്ളി എപ്പോഴും വഴറ്റി വരാൻ നമുക്കൊരു 5 മിനിറ്റ് സമയം വേണം, അത്രയും വേണ്ടു. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെ എല്ലാറ്റിനെയും കൂടി നല്ലൊരു മണം അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിന് ഉപ്പെടുത്ത് വെച്ചിട്ടില്ലേ, കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് ഉപ്പിടുമ്പോൾ വേഗം തക്കാളി വേവും. അതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഉള്ളി വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി അതിൽ കുറച്ച് ഉപ്പിടാറുണ്ട്. ഞാൻ സാധാരണ അത് ഇടില്ല. ഞാൻ ഈ തക്കാളിയും വഴറ്റുണ്ടെങ്കിൽ തക്കാളി ഇട്ടതിന് ശേഷം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മളിത് ഒന്ന് ചെറിയ സിമ്മിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഈ തക്കാളി അതിൽ കടന്ന് വേഗം. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ തുറന്നു. തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മൾ ഈ ചട്ടുകത്തിൻ്റെ കൊണ്ടൊന്നും അങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. നന്നായി അത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മസാലകൾ ചേർക്കാൻ പോവുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂണ് ഗരം മസാല. ഇത്രയും മസാലകളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും പൊടികൾ ഇട്ടു. അപ്പോൾ ഗ്യാസ് നല്ല സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ചതിന് ശേഷം വേണം ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇന്ന് അടി പിടിക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്കൊരു തുള്ളി വെള്ളം ഒഴിക്കാം. നിർബന്ധമില്ല, എന്നാലും തുള്ളി വെള്ളം ഒഴിച്ചു മാത്രം. നിങ്ങൾ കുക്കറിൽ അടി പിടിക്കുന്നില്ലെങ്കിൽ വെള്ളം ഒഴിക്കണ്ട, അല്ലെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയി. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ്, ഏകദേശം ഒരു 4 ഉരുളക്കിഴങ്ങ്, ഒരു 250 ഗ്രാം ഉണ്ടാവും. ആ ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പൊടികളും എല്ലാം കൂടിയിട്ട് ഇത് കടന്ന് നന്നായി ജോയിൻ്റായി നല്ല മിക്സിങ് ആവട്ടെ. അതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ഒരു 1/2 മൂടി നാളികേരം ഞാൻ തേങ്ങാപ്പാൽ 1/2 മൂടി നാളികേരത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ കിഴങ്ങ് വേവണം. അപ്പോഴാണ് ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ച ആ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ കുക്കർ അടച്ചു വയ്ക്കും. അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. വിസിലിട്ട് അടച്ചു വെച്ചു. 3 വിസിൽ കഴിയട്ടെ. അതിന് ശേഷം നമുക്കത് തുറക്കാം. അപ്പം നമ്മൾ ഇതിൽ ഞാൻ 3 വിസിൽ നിങ്ങളടുത്ത് പറഞ്ഞു, പക്ഷേ ഞാനിതിൽ 4 വിസിലടിച്ചിരുന്നു. 4 വിസിലടിച്ചു. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കി. അതിൻ്റെ ആവി പോയതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മളെ കറി. ഇതാ കണ്ടോ, പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ, അധികം വെള്ളമൊന്നുമില്ല. വെള്ളമല്ല, അത് നാളികേരപ്പാലും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇടാം. ഒന്നും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിലത് കടിക്കാം, ചിലത് കടിക്കേണ്ട എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളിത് അടുപ്പത്ത് കുറേ നേരം വെക്കണ്ട, ഇതിൽ വെള്ളം വറ്റി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാറുള്ളതല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കണ ഈ മല്ലിയിലയും ഈ കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയും പണിയുള്ളൂ. കറി റെഡിയായി. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് വെച്ച് മാറ്റി വയ്ക്കാം. കണ്ടോ, അപ്പോൾ കാണുമ്പോൾ തന്നെ തോന്നല്ലേ ഈ നോണൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ചിക്കൻ കറിയൊക്കെ പോലെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഗരം മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇത്ര നേരം വരെ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് കുറുമ. ഉരുളക്കിഴങ്ങ് കറിയെന്നോ ഉരുളക്കിഴങ്ങ് കുറുമാന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ചപ്പാത്തിക്ക് ഇത് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ്. ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാം, പക്ഷെ ഞാനിവിടെ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ചപ്പാത്തി കഴിക്കും നമ്മൾ. അപ്പോൾ നിങ്ങളും പോയി ഇതുപോലൊരു കറി ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ
കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇതുപോലത്തെ കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങൾ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.